ഡിയർ സ്റ്റുഡൻസ്, ഇന്നിനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗം ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്ന സംഭവം. ഏരിയനെ ഒരു വെക്റ്ററായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ വെക്റ്റർ ആകുമ്പോൾ ഡയറക്ഷൻ പറഞ്ഞു. ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സർഫസ് ആണെങ്കിൽ ഇതാണ് ഈ സർഫസിൻ്റെ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. അതായത് എപ്പോഴും ഔട്ട്വേർഡ് നോർമലായിരിക്കും. ആ സർഫസിൻ്റെ ഔട്ട്വേർഡ് നോർമലാണ് എന്ത് ഏരിയൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് പോകാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. അതിനാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് can be defined as the total number of electric lines of force passing normally through a surface. ഇനി എങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് മെഷർ ചെയ്യുക എന്നുള്ളത് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഒരു സർഫസ്. ഈ സർഫസിൽ ഒരു ചെറിയ പാർട്ട് ഏരിയ സർഫസിൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യണം. അതിന് DS എന്ന് കൊടുക്കുകയാണ്. DS ഈ DS എന്ന് പറഞ്ഞ ഏരിയൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക, ഇതിന് ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും. ഔട്ട്വേർഡ് നോർമൽ ഇത് DS-ൻ്റെ ഡയറക്ഷൻ. ഈ സർഫസിന് ഈ DS എന്ന് പറഞ്ഞ ഏരിയക്ക് ഔട്ട്വേർഡ് നോർമലാണ്. ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഫ്ലക്സ് എങ്ങനെയാണ്? അപ്പോൾ ഇനി ഒരു നമ്മൾ ഈ ചെറിയ ഏരിയയിലുള്ള ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതുകൊണ്ട് ഫ്ലക്സിന് ഫൈക്ക് പകരം dφ എന്ന് കൊടുക്കുകയാണ്. കാരണം ഫ്ലക്സ് ത്രൂ ദി സ്മോൾ ഏരിയ DS ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് സർഫസ് ഏരിയ ആൻഡ് component of electric field normal to the area. ഇതാണ് ഏരിയ, DS എന്ന് പറഞ്ഞ ഏരിയ. ഈ DS-ന് നോർമലായിട്ട് വരുന്ന കമ്പോണൻറ്റ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ്. DS എന്ന് പറഞ്ഞത് നമ്മളിതിന് നോർമലായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതിനെ റിസോൾവ് ചെയ്യാം. ഇതിനെ നമുക്ക് ഈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം, അതിനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യാം. ഇത് ഏതായിരിക്കും വരിക, ഇതിൻ്റെ ഏത് കമ്പോണൻ്റാണിത്? ഇതിനെ റിസോൾവ് ചെയ്താൽ ഇത് E cos θ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരിക E sin θ. അപ്പോൾ ഫ്ലക്സ് കാണാൻ സർഫസ് ഏരിയ ഇൻറ്റു കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ഏരിയ. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, DS ആണ് അല്ലേ. ദെർഫോർ DS ഇൻറ്റു കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് E cos θ അല്ലേ. ഈ DS എന്ന് പറഞ്ഞ ഏരിയക്ക് നോർമലായിട്ട് വരുന്നത് E cos θ ആണ്. അതുകൊണ്ട് കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദി ഏരിയ എന്ന് പറഞ്ഞാൽ
E cos theta. E cos theta. അപ്പോൾ ds ഇൻറ്റു ഇ കോസ് ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇനി ഇ ഡി എസ് കോസ് തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി. സോ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ സ്മോൾ ഏരിയ ഡി എസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൻ്റയർ സർഫസിലൂടെയുള്ള ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് ഫൈ കാണാൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ds. This is the electric flux through the entire surface. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് തരുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the total number of electric lines of force passing normally through a surface. How it is measured? It is measured as the product of surface area and the component of electric field normal to the area. Mathematically, phi equal to integral d phi equal to ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ ഫൈൻ്റെ യൂണിറ്റ് എങ്ങനെ എഴുതും? ഇയും ഡി എസും ആണ്. ഈൻ്റെ യൂണിറ്റ് ഞങ്ങൾക്കറിയാം ന്യൂട്ടൺ പെർ കൂളും, ഡി എസ് മീറ്റർ സ്ക്വയർ. ഒന്നുകിൽ എങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും, എങ്ങനെയും എഴുതാം. ഇനി അടുത്ത ടോപ്പിക്ക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പേര് തന്നെ പറയാം. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടിന്യൂസ്ലി. ദർ ആർ 3 types ഓഫ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് പഠിക്കാം 3 types ഓഫ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഒന്ന് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ചാർജ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ലെങ്ത് ഓഫ് എ വയർ. ചാർജ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ലെങ്ത് ഓഫ് എ മെറ്റാലിക് വയർ. അതിനാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ വയറിൻ്റെ ലെങ്ത്ത് L ആണെന്ന് വിചാരിക്കുക, ചാർജ് Q ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി represented by lambda. So linear charge density can be defined as the charge per unit length. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ കൂളും പെർ മീറ്റർ എന്ന് വരും. അതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദ ചാർജ് ഈസ് continuously distributed over the length of a metallic wire and linear charge density is the ratio of charge to length of this metallic wire.
ഇതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തത് ഇറ്റ് ഈസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടിന്യൂസ്ലി ഓവർ ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ. ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഇതിൽ നിന്ന് വരുന്ന കോൺസ്റ്റൻ്റ് ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി represented by sigma. That is sigma equal to Q divided by the area. Q divided by area. Charge per unit area. അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് യൂണിഫോംലി ഓർ കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി സർഫസ്. അതിൽ നിന്ന് വരുന്ന കോൺസ്റ്റൻ്റ് ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? കൂളും പെർ മീറ്റർ സ്ക്വയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ലാംഡയും സിഗ്മയും നമുക്ക് വേറെ ആവശ്യം വരുന്നതാണ്. മൂന്നാമത്തതാണ് വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. That is, charge is distributed over a volume. ഇതിൽ നിന്ന് വരുന്നതാണ് വോള്യം ചാർജ് ഡെൻസിറ്റി. വോള്യം ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് റോ. എന്തായിരിക്കും വരിക? അപ്പം വോളിയം ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോള്യം. ചാർജ് പെർ യൂണിറ്റ് വോള്യം, അതിനാണ് വോള്യം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? കൂളും പെർ മീറ്റർ ക്യൂബ്. കൂളും പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഗീവ്സ് linear charge density lambda, that is Q by L. രണ്ടാമത്തത് surface charge distribution which gives surface charge density sigma Q by A. Then volume charge distribution which gives volume charge density, that is Q by V.